സുഹൃത്തുക്കളെ, ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ നിന്നും ഭീമമായ തുക തങ്ങളുടെ നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നത് തൻ്റെ കണ്ടെത്തലായി ബഹുമാന്യനായ മുഖ്യമന്ത്രി അടുത്ത സമയത്ത് പ്രഖ്യാപിക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇതിന് സമാനമായ മറ്റൊരു പ്രഖ്യാപനം കൂടി അദ്ദേഹം നടത്തുകയുണ്ടായി. കേരളത്തിലെ യുവാക്കൾ വിദേശത്ത് തൊഴിലിനു വേണ്ടി പോകുന്നത് തടഞ്ഞുകൊണ്ട് അവർക്ക് ഇവിടെ തന്നെ ജോലി ലഭ്യമാക്കുവാൻ വേണ്ട പദ്ധതി തൻ്റെ കൈവശമുണ്ട് എന്നായിരുന്നു ആ പ്രഖ്യാപനം. ഈ രണ്ട് പ്രഖ്യാപനങ്ങളും കേരളത്തിലെ രണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന ആവേശവും ആഗ്രഹവും ജനങ്ങളിൽ സൃഷ്ടിക്കുകയുണ്ടായി. എന്നാൽ ഇത് രണ്ടും പ്രശ്നങ്ങളാണോ അതോ കേരളത്തിന് ലഭിച്ചിരിക്കുന്ന സാധ്യതകളാണോ എന്ന് നിർഭാഗ്യവശാൽ പരിശോധിക്കപ്പെടുന്നില്ല. അതോടൊപ്പം തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ കുടിയേറ്റത്തിൻ്റെ ചരിത്രം, പ്രായോഗികത, താത്വികമായ സമീപനം, ഈ കാര്യങ്ങൾ കൂടെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ആദ്യമായി അന്യദേശ തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലിയെടുക്കുന്നത് നമുക്ക് ഒരു പ്രശ്നമാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. അവർ ഇവിടെ ജോലിക്ക് വേണ്ടി വന്നത് ഇവിടെ അവരുടെ തൊഴിലിന് ഡിമാൻഡ് ഉണ്ടായതുകൊണ്ടാണ്. തന്നെയുമല്ല, ആദ്യകാലങ്ങളിൽ അവർക്ക് ലഭിച്ചിരുന്നത് 500 രൂപയോളം കൂലിയായിരുന്നത് ഇന്ന് 1000-ന് മുകളിലായിരിക്കുകയാണ്. അത് കാണിക്കുന്നത് അവരുടെ തൊഴിലിന് വേണ്ടിയുള്ള, സേവനത്തിന് വേണ്ടിയുള്ള ഡിമാൻഡ് കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവർ ഇവിടെ നിന്നും തിരികെ പോവുകയാണെങ്കിൽ നമ്മുടെ നിർമ്മാണ മേഖല, വ്യവസായ മേഖല, ഹോട്ടൽ മേഖല, ഗാർഹിക സേവന മേഖല ഇതെല്ലാം സ്തംഭനത്തിലാകും എന്ന കാര്യം വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഈ വസ്തുതകൾ ഇത്രമാത്രം വ്യക്തമായിട്ടും അവർ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത് നമുക്ക് ഒരു പ്രശ്നമാണ്, ആ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്ന് പറയുന്നത് ഒന്നുകിൽ ശുദ്ധ മൗഢ്യമാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയാണ്. അതോടൊപ്പം തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യം കുടിയേറ്റത്തിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, പല നൂറ്റാണ്ടുകളായി കേരളീയർ ഇന്ത്യയുടെ എല്ലാ കോണുകളിലും ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും പോയി കുടിയേറ്റ തൊഴിലാളികളായി ജോലി ചെയ്ത് ഇങ്ങോട്ട് അയച്ച, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ റിവേഴ്സ് റെമിറ്റൻസ് കൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ ജീവിച്ചതും നാം ഇന്ന് ജീവിതം കെട്ടിപ്പടുത്തിരിക്കുന്നതും. അതിന് നിർണായകമായ സംഭാവന ചെയ്തത് നമ്മുടെ കുടിയേറ്റക്കാർ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അയച്ച പണമാണ്. അപ്പം ഇത് ഒരു യാഥാർത്ഥ്യം ആയിരിക്കെ ഇങ്ങനെ കുടിയേറ്റ തൊഴിലാളികൾ പണം അയക്കുന്നത് നിരോധിക്കപ്പെടണം എന്ന ഒരു സമീപനം അപ്രായോഗികവും ശുദ്ധ മൗഢ്യവും ആണ്. അടുത്തതായിട്ട് കുടിയേറ്റത്തിൻ്റെ ചരിത്രം പരിശോധിക്കാം. പ്രാചീന കാലം മുതൽ തന്നെ ജനങ്ങൾ ഓരോ പ്രദേശങ്ങളിൽ നിന്നും മറ്റു പ്രദേശങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടാണ് തങ്ങളുടെ അധ്വാനവും അവസരങ്ങളും ഒക്കെ കൈമാറി പുരോഗതി കൈവരിച്ചത്. മനുഷ്യ പുരോഗതിയെ സഹായിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ കുടിയേറ്റമാണ്. അന്യോന്യം കൊണ്ടും കൊടുത്തും അവസരങ്ങളും വിഭവങ്ങളും മനുഷ്യശേഷിയും പരസ്പരം കൈമാറിക്കൊണ്ടാണ് മനുഷ്യൻ പുരോഗതി കൈവരിച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോൾ വളരെ ശ്രദ്ധേയമായി നാം പലർക്കും അറിയാൻ വയ്യാത്ത ഒരു വസ്തുത,
ഏറ്റവും കൂടുതൽ ആളുകൾ കുടിയേറിയത്, നമ്മുടെ ധാരണ, കുടിയേറ്റം നടത്തിയത് ഏഷ്യൻ ആഫ്രിക്കനിലെ ദരിദ്ര രാജ്യങ്ങൾ യൂറോപ്പിലോട്ടും അമേരിക്കയിലോട്ടുമാണ് കുടിയേറ്റം നടത്തുന്നത് എന്നുള്ളതാണ് നമ്മുടെ പരക്കെയുള്ള ധാരണ. പക്ഷേ ഇത് അങ്ങേയറ്റം തെറ്റായ ഒരു ധാരണയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടത്തിയിട്ടുള്ളവർ യൂറോപ്യന്മാരാണ്. യൂറോപ്പിൽ നിന്ന് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും വലിയ സംഖ്യയിലുള്ള കുടിയേറ്റക്കാരാണ് കുടിയേറിയത്. അതിനെ സംബന്ധിച്ച ചില വിവരങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. 1492 1930 ഇടയിൽ യൂറോപ്പിൽ നിന്നും 6 കോടി യൂറോപ്യന്മാരാണ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കുടിയേറിയത്. ഒന്നാം ലോക മഹായുദ്ധം വരെ ആഫ്രിക്കയിലേക്ക് യൂറോപ്പിൽ നിന്നും 60 ലക്ഷം ജനങ്ങളാണ് കുടിയേറിയത്. 1860 1900 ഇടയിൽ 10 ലക്ഷം യൂറോപ്യന്മാരാണ് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയത്. കാനഡ, ന്യൂസിലാൻഡ് എന്നീ പ്രദേശങ്ങളിൽ ഒക്കെ യൂറോപ്യന്മാർ കുടിയേറിയത് മറ്റൊന്ന്. അതുകൂടാതെ തന്നെ ഏഷ്യയിലുള്ള മിക്ക രാജ്യങ്ങളിലും ഇത്രയും വലിയ സംഖ്യയല്ലെങ്കിലും ഗണ്യമായ എണ്ണത്തിൽ യൂറോപ്യന്മാർ കുടിയേറ്റം നടത്തിയിട്ടുണ്ട്. ഈ കുടിയേറ്റക്കാരാണ് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള സമ്പത്ത് യൂറോപ്പിലേക്ക് ഒഴുകി മാറുവാൻ സഹായിച്ച ഒരു ഘടകം. മറ്റു പല അവരുടെ കൊളോണിയൽ ഭരണകൂടത്തോടൊപ്പം തന്നെ ആ കൊളോണിയൽ ഭരണകൂടത്തിൽ സമ്പത്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് ഈ വ്യാപകമായ കുടിയേറ്റം ആണ്. അപ്പോൾ കുടിയേറ്റം എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു പരാജയമായിട്ടും കേരളീയർക്ക് അപകർഷതാബോധം ഉണ്ടാക്കുന്നതുമായ ഒരു പ്രതിഭാസമല്ല. മുന്നേറുവാൻ വേണ്ടി മല്ലടിക്കുന്ന ജനങ്ങൾ ചരിത്രത്തിൽ എല്ലാ കാലത്തും കുടിയേറ്റങ്ങൾ നടത്തുകയും കുടിയേറ്റത്തിൽ കൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് വസ്തുത. അതോടൊപ്പം തന്നെ മറ്റ് ഒരു കാര്യം കൂടെ ഇവിടെ വിസ്മരിക്കപ്പെടുന്നത് കേരളീയരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റം നടത്തുന്നത് എന്നുള്ളതാണ്. ഇതും 100% തെറ്റായ ഒരു പ്രചരണമാണ്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും നൂറ്റാണ്ടുകളായി കുടിയേറി താമസിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഒക്കെയാണ്. ഈ സ്ഥലത്തെ ആളുകൾ ഗുജറാത്തിലാണ് വളരെ പണ്ട് മുതൽ തന്നെ ആളുകൾ കുടിയേറിയത്. യൂറോപ്യൻ ഭൂഖണ്ഡമൊക്കെ മുഴുവൻ അവരുടെ കൈവശമാണ്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കുടിയേറ്റം നടത്തിയിട്ടുള്ളത്, കേരളത്തിൽ നിന്നല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഈ സംസ്ഥാനങ്ങളെല്ലാം തന്നെ വ്യാപകമായ കുടിയേറ്റത്തിൽ കൂടെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കേരളം ഇപ്പോൾ വ്യാപകമായ കുടിയേറ്റത്തിൽ കൂടെ നേട്ടം ഉണ്ടാക്കണ്ട എന്നാണ് നമ്മുടെ നേതാക്കന്മാർ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതും അതിനുവേണ്ടി അവർ സഹായിക്കാമെന്നുള്ള വാഗ്ദാനം നൽകുന്നതും വളരെ വിചിത്രമായ ഒരു പ്രതിഭാസമാണ്. കുടിയേറ്റത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വരുന്നത് നമുക്ക് കുഴപ്പമാണ്, നമുക്ക് ഉപദ്രവമാണ് എന്നും റിവേഴ്സ് റെമിറ്റൻസ് നടക്കുന്നത് വലിയ അപകടമാണ് എന്നും സാധാരണ ഒരു മനുഷ്യന് പറയാം. പക്ഷേ ഒരു മുഖ്യമന്ത്രി ഒരു കാരണവശാലും പറയുവാൻ പാടില്ല. കാരണം ഇത് മറ്റ് സംസ്ഥാനങ്ങൾ അറിഞ്ഞാൽ അത് വളരെയധികം പ്രശ്നമുണ്ടാകുന്നത്, സംസ്ഥാനത്തിന് പ്രശ്നമുണ്ടാകുന്ന പ്രഖ്യാപനങ്ങളും നയമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നാം വിസ്മരിക്കപ്പെടുന്ന ഒരു കാര്യം, കുടിയേറ്റം ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഉയർത്തിപ്പിടിക്കുന്ന സാമ്പത്തിക വികസനത്തിനുള്ള താത്വികമായ നയം ആഗോളവൽക്കരണ നയമാണ്. ആഗോളവൽക്കരണം നയത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ലോകത്തിൽ ഉള്ള ജനങ്ങളെല്ലാം അന്യോന്യം വിഭവങ്ങൾ കൈമാറുകയും
തൊഴിൽ ശേഷി കൈമാറുകയും ചെയ്യണമെന്നും തൊഴിലാളികൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ യാതൊരു തടസ്സങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല എന്നും ഇതാണ് ആഗോളവൽക്കരണ നയത്തിൻ്റെ അടിസ്ഥാനം. ഈ നയം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ നയത്തിനെതിരായിട്ടുള്ള സമീപനം കൈക്കൊള്ളുന്നത്. അപ്പം ഇത് തീർത്തും അറിവില്ലായ്മ ആണോ എന്ന് നമുക്ക് സംശയിക്കാൻ ബുദ്ധിമുട്ടാണ്. അത്രമാത്രം അറിവില്ലാതെയാണോ, ഇത് ഒരു തട്ടിപ്പിൻ്റെ സമീപനം അല്ലയോ എന്നാണ് സംശയിക്കപ്പെടേണ്ടത്. ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് അപ്പോൾ സത്യത്തെയും ചരിത്രത്തെയും യാഥാർത്ഥ്യബോധത്തെയും താത്വിക നയസമീപനങ്ങളെയും ഒക്കെ ബലി കഴിച്ചുകൊണ്ട് ഈ കുടിയേറ്റം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുടിയേറ്റം അപകടകരമാണ് എന്ന് പ്രചരണം നടത്തുന്നവർക്ക് ഒരു ഉദ്ദേശമുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ ഭരണം വന്നതുകൊണ്ട് ഈ കുടിയേറ്റം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നു, അത് ഞങ്ങൾ പരിഹരിക്കും എന്ന് പ്രചരിപ്പിക്കുവാൻ വേണ്ടിയാണ് സത്യത്തിനും ചരിത്രത്തിനും പ്രായോഗികതയ്ക്കും മാന്യത നൽകാത്ത ഈ പ്രചരണം നടത്തുന്നത്. അത് തീർച്ചയായിട്ടും മാധ്യമങ്ങളും പരമ്പരാഗത ബുദ്ധിജീവികളുമാണ് ഈ പ്രചരണം നടത്തുന്നത്. ഇത്തരം ഒരു വിഷയത്തെക്കുറിച്ചല്ല, പല വിഷയങ്ങളെക്കുറിച്ചും ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണം നടത്തുന്നത് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് സഹായിക്കുകയില്ല എന്ന് മാത്രമല്ല, എല്ലാ മേഖലയിൽ നിന്നും നമ്മുടെ പിന്നോട്ടടിക്ക് മാത്രമേ സഹായിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയുവാൻ ജനങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.